നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ ടയർ ലൈഫ് എത്ര കിലോമീറ്റർ നമുക്ക് ഓടാൻ കിട്ടും? ഏകദേശം 10,000 ആണോ, 20,000 ആണോ, 30,000 ആണോ, അതോ 1,00,000 കിലോമീറ്റർ കിട്ടും? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്ന അർജുൻ സുരേഷ് 2000 ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ബ്രോ, എൻ്റെ റിലേറ്റീവിൻ്റെ സ്വിഫ്റ്റ് VXi 2021 മാനുവൽ മോഡലിൻ്റെ ഓട്ടോ സ്റ്റോപ്പ് ഇല്ലാത്ത ടൈപ്പ് റിയർ ലെഫ്റ്റ് ടയറിൻ്റെ ഔട്ട്സൈഡ് പോർഷൻ, അതായത് പുറകെ ലെഫ്റ്റ് സൈഡിലെ ഔട്ടർ പോർഷൻ, പുറത്തുള്ള പോർഷൻ മാത്രം പോയിരിക്കുന്നു. വണ്ടി ആകെ 25,800 25,800 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളൂ. ബാക്കിൽ നിന്നോ ഫ്രണ്ടിൽ നിന്നോ വേറെ അബ്നോർമൽ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. സ്മൂത്ത് റോഡിലാണെങ്കിലും അല്ലെങ്കിലും, അതായത് രണ്ട് റോഡുകളിൽ സ്മൂത്ത് റോഡിൽ കൂടെ പോകുന്ന സമയത്തും അല്ലാത്ത റോഡിൽ കൂടെ പോകുന്ന സമയത്താണെങ്കിലും ഫ്രണ്ടിലോ ബാക്കിലോ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഏകദേശം ഇങ്ങനത്തെ കാറുകൾക്ക് എത്ര ടയർ മൈലേജ് കിട്ടും ആവറേജ്? ഇതിൻ്റെ ഫ്രണ്ട് ടയർ 25,000 കിലോമീറ്റർ ആകുമ്പോഴേക്കും ഏകദേശം മൊട്ട ടയർ ആവാറായി. റിയർ ടയർ ഫ്രണ്ട് ടയേഴ്സിനേക്കാളും ത്രെഡുണ്ട്. മുകളിൽ പറഞ്ഞ ലെഫ്റ്റ് ടയർ വൺ സൈഡ് വേറെ ഒഴികെ, അതായത് പുറകെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പറഞ്ഞല്ലോ ഒരു സൈഡിൽ വേറെ ഒഴികെ ബാക്കിയുള്ള എല്ലാത്തിനും നോർമൽ, എന്നാലും മുട്ടയാണ് ഏറെക്കുറെ. എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്? അപ്പോളോ ടയേഴ്സ് സർവീസ് എല്ലാം മാരുതി ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ നിന്ന് തന്നെ ചെയ്യുന്നത്. ഓക്കെ, നല്ല കാര്യം. അപ്പോൾ എനിക്കിതിനകത്ത് പറയാനുള്ള 2-3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, സർവീസ് എല്ലാം പ്രോപ്പറാണെന്ന് പറയുന്നുണ്ട്. സർവീസിൽ നമ്മൾ എത്ര കിലോമീറ്റർ കൂടുമ്പോഴാണ് അലൈൻമെൻറ്റ് ചെയ്യുന്നത്, ടയർ റൊട്ടേഷൻ ചെയ്യുന്നത്? ഈ 2 കാര്യങ്ങൾ വലിയൊരു കാര്യം ഉള്ളൊരു സംഗതി തന്നെയാണ്. അതായത് നിങ്ങളൊരു വാഹനത്തിൻ്റെ സർവീസ് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ സർവീസ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ വീൽ അലൈൻമെൻറ്റ്, ടയർ റൊട്ടേഷൻ, വീൽ ബാലൻസിങ്, ഈ 3 കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ചെയ്തോണം. അതായത് 5,000 കിലോമീറ്റർ കൂടുമ്പോൾ തന്നെ ടയർ റൊട്ടേഷൻ പ്ലസ് അലൈൻമെൻറ്റ് ചെയ്യുന്നത് അത്യാവശ്യം. 10,000 കിലോമീറ്റർ കൂടുമ്പോൾ ബാലൻസിങ്ങും കൂടെ ചെക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായ രീതി ടയറിൻ്റെ ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ അങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ടുള്ള രീതിക്ക്, അതായത് 5 വീൽ റൊട്ടേഷൻ ആണെങ്കിൽ 5 വീൽ റൊട്ടേഷൻ, 4 വീൽ റൊട്ടേഷൻ ആണെങ്കിൽ 4 വീൽ റൊട്ടേഷൻ കൃത്യമായിട്ട് ചെയ്ത് പോകുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയർ ലൈഫ് കൂടുതൽ കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരു സൈഡിലെ ടയറിന് മാത്രം വെട്ടി തേയ്മാനം അല്ലെങ്കിൽ ഇത് ചെത്തിപ്പോകുന്ന പോലത്തെ രീതിക്ക് തേയ്മാനം വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ പോർഷനിലെ സസ്പെൻഷൻ ബാക്ക് സൈഡിലാണെന്ന് പറഞ്ഞുകൊണ്ട് റിയർ ആക്സിൽ, കാരണം റിയർ ആക്സിലിന് എന്തെങ്കിലും ഒരു ബെൻഡ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. അതായത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ വാഹനത്തിൻ്റെ ടയർ നേരത്തെ എപ്പോഴെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗട്ടർ ചാടിയിട്ടുണ്ടെങ്കിൽ, കുഴി എടുത്ത് ചാടി പുറത്തോട്ട് വന്ന എന്തെങ്കിലും ബെൻഡോ ട്വിസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വാഹനത്തിൻ്റെ ടയർ ഇതുപോലെ ചെത്തി തെയ്യുന്ന രീതിക്ക് അല്ലെങ്കിൽ ഒരു വെട്ടി തെയ്യുന്ന രീതി ഉറപ്പായിട്ടും നമുക്ക് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മുടെ ടയറിൻ്റെ ലൈഫിനെ ബാധിക്കുന്നത്. അതായത് റൊട്ടേഷനോ അലൈൻമെൻറ്റോ ചെയ്യാതെ, വീൽ ബാലൻസിങ് കൃത്യമായിട്ട് ചെയ്യാത്ത ടയേഴ്സിനൊക്കെയാണ് ഈ പ്രോബ്ലം വരുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള അലൈൻമെൻറ്റ് ചെയ്യുക. അലൈൻമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കിൽ നമുക്ക് അലൈൻമെൻറ്റ് സെറ്റിംഗ് വരുന്നില്ലെങ്കിൽ പോലും ബാക്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അലൈൻമെൻറ്റ് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക. റിയർ ആക്സിലിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അണ്ടർ ബോഡി ഒന്ന് ഇൻസ്പെക്റ്റ് ചെയ്യിച്ച് നോക്കുക. അവിടെ എന്തെങ്കിലും പ്രോബ്ലമോ കാര്യങ്ങളൊക്കെ ഉണ്ടോ, ബാലൻസിലാണോ എന്നുള്ളത് ഒരു ബോഡി അലൈൻമെൻറ്റിൽ കൊണ്ട് കാണിച്ച് ചെക്ക് ചെയ്യുന്നതും അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയർ ലൈഫും ഇത് കാണുന്ന എല്ലാ വ്യക്തികളുടെയും വാഹനത്തിൻ്റെ ടയർ ലൈഫും നന്നായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.